ചേച്ചി പാർക്കിംഗ് ഒക്കെ ഉണ്ട് കണ്ട. ആ ഇങ്ങോട്ട് പോരേണ് ചേച്ചി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് ഹയാസിനെ കൊണ്ട് നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് വന്നേക്കാണ്. ആക്ച്വലി നമ്മൾ ഇവിടത്തേക്കല്ല വന്നത് കേട്ടോ. നമ്മൾ വന്നത് വേറൊരു സ്ഥലത്താണ്. അവിടുത്തെ ടിക്കറ്റ് ക്ലോസ് ചെയ്തു. അവിടെ 4 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് നമ്മൾ എത്തിയപ്പോഴേക്കും അവിടുത്തെ ടിക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പൊ അതിന്റെ അടുത്ത് തന്നെയുള്ള അടുത്ത സ്ഥലത്തേക്ക് വന്നാക്കാണ്. അപ്പൊ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. പാർക്കിംഗ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇക്കാക്ക് ഉണ്ട്, ഹയാസ് ഇവിടെ ഉണ്ട്, ഹംന ഉമ്മച്ചിയും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഹംന കുറച്ച് സീനായിട്ടുണ്ട്, കുറക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറിയിട്ട് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. എവിടെയാണ് വന്നേക്കണെന്നൊക്കെ ഇപ്പൊ തന്നെ പറയാം കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല പാർക്കിംഗ് മുട്ടൻ ഫില്ലാണ്. ഇന്ന് ക്രിസ്മസ് ആണ്. നമ്മൾ ക്രിസ്മസിന്റെ അന്നാണ് വന്നേക്കണത്. അപ്പൊ അതിൻ്റെതായ സർവ്വ തിരക്കുണ്ട്. ആ ബസ് ഇപ്പൊ മുട്ടു ഏറെക്കുറെ ചെറിയ ഇതിലാണ് പോണത്. ആ ബസ് പോയാലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടുള്ളൂ അല്ലേ? നമ്മള് മാത്രല്ല കേട്ടോ, ഈ സമയത്ത് തന്നെ ഒരുപാട് പേരുണ്ട്. ഹയാസ് കിടന്ന് തുള്ളി ചാടി അർമാദിക്കാണ് അല്ലേ ഹയാസ്? നല്ല കുട്ടിയായിട്ടിരിക്കും. ഹയാസിന് ഇങ്ങനെ വെക്കേഷന് ട്രിപ്പ് വരണൊക്കെ ഭയങ്കര കാര്യമായിട്ടിരിക്കാണ്. ആ നീ എന്തോന്നാ പറയണേ? വെള്ളം കുപ്പിയാണോ? അതെ, പോണ്. ഇതേ അതിന്റെ ഇടയിൽ കൂടെ അടുത്ത വേറെ വണ്ടിക്കാരൻ കയറി പോണു. അപ്പൊ നമ്മളാരായി? ചേട്ടാ ഞങ്ങളോ അങ്ങോട്ട് തന്നെയാണ്. ആ ചേട്ടന് അതിന്റെ ഇടയിലേക്ക് കൂടെ കയറി വന്നി. ചിലർക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ വണ്ടി എടുക്കണേണ്, ഇവിടെ ഇടാൻ പറ്റും. സ്വിഫ്റ്റ് എടുക്കണേണ്. എല്ലാവരും ഫാമിലി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ട്രിപ്പിന്. ഓ അവിടെ നിന്നൊക്കെ വണ്ടികൾ വരണുണ്ട്. പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. അതെ, നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഇക്കാക്ക വണ്ടി ഇടാൻ പോയി. നമ്മൾ വന്ന സമയത്ത് മുട്ടും തിരക്കായിരുന്നിട്ടെ. ഇപ്പൊ അതേ ആരുമില്ല. ഹംനെ ഹയാസുടിയുടെ കളിക്കാൻ. ഹയാസ് എവിടെ? ഹയാസിനെ കാണല്ല. ഹയാസ് ദേന ഹയാസ് ഹയാസ് പിണങ്ങി. ഇക്കാക്ക വന്നുണ്ട് വണ്ടിയൊക്കെ ഇട്ടിട്ട്. അറിയൂല, നോക്കിയില്ല. സ്ഥലം എവിടെയാണെന്നാ നോക്കിയില്ല. അങ്ങോട്ട് ചെല്ലുമ്പോ എവിടെയില്ലായിരിക്കും. അമ്പതേ നമ്മളെ കൂട്ടാണ്ട് പോണ്ട. സെവൻ പോടാ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് പാണൻകുഴി ഇക്കോ ടൂറിസം സെന്ററിലേക്കാണ്. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടത്തേക്കല്ല വന്നത്, ഇതിനടുത്ത് തന്നെയുള്ള വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് എൻട്രി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഇക്കാക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ക്യാഷ് ഇവിടെ എടുക്കുന്നില്ല ടിക്കറ്റിനൊന്നും. എല്ലാം ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. ഇവിടെ അഡൾട്ട്സിന് വരുന്നത് 50 രൂപയും 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 20 രൂപയാണ് വരുന്നത്. ഫോറിനേഴ്സ് ആണെങ്കിൽ അത് 300 രൂപ ആവുന്നുണ്ട്. അതുപോലെ സ്കൂളിൽ നിന്ന് എഡ്യൂക്കേഷൻ ആ ഒരു ഭാഗമായിട്ട് വരുന്നവർക്ക് 10 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മളിത് അകത്ത് കയറി. അപ്പം എലിഫന്റ് ക്യാമ്പും ഡിയർ പാർക്കും ആണുള്ളത്. ഡിയർ പാർക്ക്. പിന്നെ ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ഹായ്, നോക്കിപ്പോ ആണോ? ഇതെന്തെന്നാ? വേഗം പോന്നാ, ആനേനെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ 7 ആനയുണ്ടെന്ന് പറഞ്ഞു. 7 ആന. അമ്നാനൊന്ന് ഉറക്കച്ചടവിന്നൊക്കെ മാറ്റാനായിട്ട് ഞാൻ ഒന്ന് താഴെ നിർത്തിയതാണ്. ആള് നടക്കുന്നതിനേക്കാൾ കൂടുതൽ ചുറ്റുമുള്ള സെർച്ചിങ്ങിലാണ്. എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ കിട്ടും, വായിൽ വെക്കാൻ പറ്റുമെന്നൊക്കെയാണ് ആള് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളൊന്ന് ലേറ്റ് ആയതുകൊണ്ട് ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ വേഗം അവളെ എടുത്തുകൊണ്ട് ഓടുന്ന ഓട്ടാണ് കേട്ടോ. അപ്പോൾ ആള് ഓണായേ. നമ്മളിപ്പോൾ ഉള്ളത് കോടനാട് എലിഫന്റ് ട്രെയിനിങ് സെന്ററിലാണ്. അപ്പോൾ വന്ന വഴിക്ക് ഞാൻ ആ ബോർഡൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ? ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. 20 രൂപയല്ലേ ടിക്കറ്റ് ചാർജ്? 50 5 വയസ്സ് തുടങ്ങിയുള്ള പിള്ളേർക്ക് 20ഉം അഡൾട്ടിന് 50 രൂപയും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. ഹംനാനെടുത്തുകൊണ്ട് നടക്കണം. നമ്മൾ വന്ന സമയം വളരെ നേരത്തെ ആയതുകൊണ്ടല്ലേ
വേഗം പോയി കാണണം. 7 ആന ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പൊ പിന്നെ ഡിയറുണ്ട്, മാൻ പാർക്കും ഉണ്ട്. എന്നിട്ട് കാണാം. എവിടെ നമുക്ക് ആദ്യം ആനേനെ കാണാൻ പോവാം, എന്നിട്ട് നമുക്ക് മാനിനെ കാണാൻ പോവാം. നല്ല അടിപൊളി വഴി, ഹയാസ് മൊത്തം എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല രസമില്ലേ? ആനമണമല്ല, ആനയുടെ എന്താണ്, ആനപ്പിണ്ടത്തിൻ്റെ മണം. ആനമണമെന്ന്, ആനപ്പിണ്ടത്തിൻ്റെ മണം. അടിപൊളി. പക്ഷേ ഇല്ലേ, നമ്മ വന്നത് ലേറ്റ് ആയാലും ഇല്ലേ, സമയം നല്ല അടിപൊളിയുണ്ട്, നടക്കാൻ പറ്റിയ സമയമാണ്. മറ്റേ എനിക്കൊന്നും ഇവിടെ വെയിലങ്ങനെ അടിക്കൂലായിരിക്കും അല്ലേ, മൊത്തം മരങ്ങളല്ലേ, ചുറ്റുപാട് മരങ്ങളാണ്, വെയിലടിക്കൂലായിരിക്കും. ഹയാസ് ശരിക്കും വന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് കുളിക്കാനുള്ള സെറ്റപ്പാണ്. പക്ഷെ അതിൽ പോകാൻ പറ്റിയില്ല. ഇവിടെ ഡു നോട്ട് ഫീഡ് അനിമൽസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ സൺലൈറ്റ് അടിച്ചിട്ട് ഇതേ ഉള്ളത് ഡിയർ പാർക്ക്. അടിപൊളി. ഹയാസ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നു. ആനതേ അവിടെയാണ്, ഇവിടെയാണ് ഡിയർ പാർക്ക്. എന്തോരം നോക്കി ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ മാൻ. അടിപൊളി. നമ്മൾ പറഞ്ഞത് ശരിക്കും കോടനാട് എലിഫന്റ് ട്രെയിനിങ് സെന്റർ എന്നല്ലേ, പക്ഷെ ഇവിടത്തെ ശരിക്കും പേര് കാപ്രിക്കാട് മിനി സൂ എന്നാണ് കേട്ടോ. ഈ കാണുന്നതാണ് മാൻ ഡിയർ പാർക്ക്. ദേ എത്രയോ ഉണ്ടെന്ന് നോക്കി, എന്തോരം ഉണ്ടെന്ന് നോക്കിയേ ഡിയർ പാർക്ക്. ആ മാനുള്ളതാണ് മാൻ പാർക്ക്. കണ്ടാ ഇവരെ ഈ ഒരു ഏരിയ ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു തോട് പോലെ ഉണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. കണ്ടില്ലേ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഹയാസ്, ഹയാസ് ഹൗ ഇസ് ഇറ്റ്? സൂപ്പർ. ഇനി അവിടെ നിന്നോ, അവിടെ വലിയ ഡിയറിടാ വാടായാസ്. വീഡിയോയിലെടുത്ത് അത് ബേബി ഡിയർ. ഇവിടെ ഫാമിലിയിൽ മൂത്തവരൊക്കെ ഇവിടെയാണ്, ഈ വലിയ ഡിയർ പാർക്കിലാണ്. ഇത് പക്ഷെ കാണാനായിട്ട് ബ്ലാക്ക് കളറാണല്ലോ, അത്രയും രസമില്ല കേട്ടോ കാണാനായിട്ട്. പേരെന്തെന്നാണെന്ന്? ബിയറാ, ഡിയർ ആയിരിക്കും. സാമ്പാർ ഡിയർ. ആ അതേ നിക്കണവിടെ. ശരിയാണല്ലേ, സാമ്പാർ പോലെ ഒന്നും ഇല്ലല്ലോ, ആകെ 2 എണ്ണുള്ളൂ. ദേ അവിടേക്ക് ഉണ്ട് ട്ടാ അല്ലേ, ദേ അവിടേക്ക് ഉണ്ട്, അവിടേക്ക് ഉണ്ട്. അവിടെയൊക്കെ റെസ്റ്റ് എടുക്കുക, അവിടെ കിടക്കണ ആ മണ്ണിന്റെ കളറും ആ ഡീറിന്റെ കളറും സെയിം ആയിട്ട് മനസ്സിലാവണില്ല. ആ കിടക്കണ്ട അവിടെയൊക്കെ, ആ അവിടെയൊക്കെ കൊറേ കിടക്കണ്ട്, മണ്ണ് പോലെയാണെന്നുള്ളൂ. കണ്ട മണ്ണ് പോലെ. ഇതൊക്കെ ഡീറാണ്, ഈ കിടക്കണൊക്കെ ഡീറാണ്. അടുത്ത സ്ഥലത്തേക്കോ തിരിച്ചു വരുമ്പോ ഈ വഴി തന്നെ അല്ലായിരിക്കും അല്ലേ, ചിലപ്പോ കറങ്ങി തിരിഞ്ഞു വരുമായിരിക്കും. നമുക്കിനി ആനേനെ കാണാം. ഓ യെസ്, നിങ്ങളെ മാറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. മീൻസ് ഓരോ സെക്ഷനാക്കി ഇട്ടേക്കണത് എന്തായിരിക്കും എന്നറിയോ, ഓരോ ഇനങ്ങളായിരിക്കും വെച്ച്. ഇതിൽ തന്നെ മാനിൽ തന്നെ പല പല ഇനങ്ങളുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ ഇങ്ങനെ തരം തിരിച്ച് ഇട്ടേക്കണേണ്. അപ്പൊ ഇതും ഒരു ഡീർ പാർക്കാണ്. ഇത് നമ്മൾ കോമൺലി കാണുന്ന പോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്. ഇത് കണ്ടിട്ട് വരട്ടെ ആദ്യം. കൊള്ളാട്ട. ഇത് നിങ്ങൾക്കൊക്കെ എന്തെന്നായിരിക്കും ഫുഡ് കൊടുക്കണേ? ആരോട്? അവരോട്. ഡിയറിനോട് ചോദിച്ചു നോക്കല്ലേ. ഡിയർ, വാട്ട് യു ഈറ്റിംഗ്? നീയൊക്കെ എന്തെന്നാടാ തിന്നണേ? നീയൊക്കെ എന്തെന്നാടാ തിന്നണേന്ന് ചോദിക്കണേ? എന്തെന്നാടാ നീയൊക്കെ തിന്നണേ? എന്ത് ഫുഡാ കഴിക്കണേ?
ആ ഹയാസ് വരുമ്പോൾ വാങ്ങിച്ചോണ്ട് വരും. ഉമ്മിച്ച് നടന്നവിടെ ഇരിപ്പായിട്ടോ. സംഭവം അടിപൊളിയാണ്. സമയം ഉണ്ടെങ്കിൽ ഇവിടെ വരയ്ക്കാം. ഉമ്മ അവിടെ തന്നെ ഇരുന്നു, ഞങ്ങൾ പോയിട്ട് വരാം. സംഭവേ അടിപൊളിയാണ്. സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരുന്ന് നടന്നൊക്കെ പോവാട്ടാ. ഇവിടെ വേറെ ടൈപ്പ് ഡീറുണ്ട്, പക്ഷെ ഇതിൻ്റെയൊക്കെ പേര് ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല കേട്ടോ. സാമ്പാർ ഡിയർ അല്ലാന്ന് തോന്നണ ചോദിച്ചേ. ആണോ? പക്ഷെ അതിന് ഭയങ്കര ബ്ലാക്ക് കളറല്ലായിരുന്നോ? അതിന് ഭയങ്കര ബ്ലാക്ക് കളറല്ലേ? ഇതിന് അത്രയും കൊമ്പൊന്നും അത്രയും വലുതല്ല, ചെറിയ കൊമ്പാണ്. ആ അതന്നെ ഞാൻ പറഞ്ഞത്, കൊമ്പില്ല. കൊമ്പുണ്ട്, കുഞ്ഞിതാണ്, മുളച്ചെന്നുള്ളൂ തോന്നുന്നു. വാ നമുക്ക് നടക്കാം. ഹംനതേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹംന ഡീർ എവിടെ? ഹംന എല്ലാവരും നടന്ന് കൂട്ടിക്കയറാൻ പോണെന്ന് തോന്നുന്നു. സമയമായിട്ടുണ്ടാവും ഫുഡ് കഴിക്കണ്ട. ഹംന, ഹയാസ് എവിടെ? ഹയാസ്, ആ ഹയാസ് ഇഷ്ടായ ഡീറിന്? ഇനി എന്തിനെ കാണാൻ പോണം? എലിഫന്റിനെ കാണാൻ പോവാം. കണ്ട, അവൾക്ക് വാശി കയറി, നടക്കാനുള്ള വാശിയാണത്. ഐ സന്തോഷം കണ്ടില്ലേ നടന്നപ്പോ? ഹെയർ ബാൻഡ് ഒക്കെ എന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇല്ല ഇല്ല വാ. എലിഫന്റ് ക്യാമ്പ് ഇങ്ങോട്ടേക്ക് ബാ. ഹംന ബാ വിളിക്കുന്നുണ്ട്. വഴിയിലൊക്കെ ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഈ വഴിയിൽ ഹംനാനെ നടത്താൻ പറ്റൂല. ഇങ്ങനത്തെ കല്ലിൻ്റെ ഇതായാറില്ലേ, വീണ് കഴിഞ്ഞാൽ വീണെന്നുള്ള പാടുണ്ടാവും മേത്ത്. അവിടെയൊക്കെ ഇലക്ട്രിക് കമ്പിയാണോ വെയിലിട്ട് ചെയ്യണത്? എന്തൊക്കെയാ നമ്മ നടന്ന് എലിഫന്റിന്റെ അടുത്തെത്തിക്കുന്നു. ആനക്കുള്ള പ്ലാവിലിരിക്കുന്നു. ഇല്ല കണ്ടില്ല. ആന ഫസ്റ്റ് ആനേനെ കണ്ടു. കൊമ്പനാന അതിന്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കണ്ടത്. കൊമ്പന് ദേടാ പ്ലാവിന്റെ എല്ലാം കൊണ്ട് പോണം. ഫുഡ് കഴിക്കാനായിരിക്കും. ഉമ്മിച്ച അവിടെ പെട്ട്. അയ്യോ ഉമ്മിച്ച് പേടിച്ചിട്ടൊക്കെ തൂണിന്റെ ബാക്കി പോയി. ആ ചേട്ടൻ ആനപ്പുറത്തിരുന്ന് പോണണ്ട. ആനയുടെ വീട്ടിൽ പോണായിരിക്കും അല്ലേ അവര്. ആനേനെ ട്രെയിൻ ചെയ്തിട്ടേ ആനേനെ കൊണ്ട് പോണണ്ട. ആ അതൊക്കെ ആയിരിക്കും ആനയുടെ വീട്. പോണണ്ട. അടിപൊളിയായിട്ടുണ്ടോ? ഉമ്മിച്ച് പേടിച്ചോടെ നിക്കും. ഉമ്മിച്ച് ഇനി തിരിഞ്ഞോടിയാലോന്ന് ഓർത്ത് പയ്യോടെ നിക്കണ്ട.
ചങ്ങല ഉണ്ടല്ലേ. ആ ബാക്കിലത്തെ രണ്ടും കൂടി ലോക്കാക്കിയിട്ടൊക്കെയാണല്ലേ. ഭയങ്കര സേഫ്റ്റിക്കുള്ള ഈ പരിപാടികളൊക്കെ. അതിനെങ്ങോട്ട് കൊണ്ടുപോകണായിരിക്കും? മറ്റേ കൂപ്പ് അങ്ങനെ എന്തോ ഇല്ല. വീഴാൻ പോയാ അതിൻ്റെ ഇടയിൽ കൂടെ? ആണോ? മെയിൻസ് ആളിതാണെന്ന് തോന്നുന്നു. അതിനെ കൊണ്ട് തിരിച്ചു തന്നെ ഉണ്ട് കേട്ടോ. ആ പുള്ളിക്ക് എന്ത് സുഖമല്ല, അതിന്റെ മുകളിൽ അങ്ങോട്ട് ഇരുന്ന് കൊടുത്താൽ മതി. ചിലപ്പോ ഈ സംഭവങ്ങളൊക്കെ ലോഡിങ് ആൻഡ് അൺലോഡിങ് ആയിരിക്കും. പനയോലയും സംഭവങ്ങളൊക്കെ ഇടിപ്പിക്കണായിരിക്കും കേട്ടോ. ശരിയാ, കട്ട് ചെയ്തത് ഇങ്ങനെ നോക്കുമ്പോ ശരിക്കും അറിയാം. അതെ അതെ, ലോഡിങ് ആൻഡ് അൺലോഡിങ് ആണ് പരിപാടി. ലീഡർ പനയോല എടുത്തു. ഇതേ തുമ്പിക്കൈയൊക്കെ വെച്ച് കൊണ്ടുപോവേണ്ട. ഇതൊക്കെ ഷെൽട്ടറിൽ ഇട്ടേക്കണ്ട, സെറ്റ് ചെയ്ത്. ചെറുക്ക വാടാ. ഇത് ബേബി എലിഫന്റ് ആണ്. ബേബി എലിഫന്റ് പാർവതി ഗേളാണിത്. 18 വയസ്സായിട്ടുള്ളൂ. പാർവതി 18 വയസ്സായിട്ടുള്ളൂ. ഗേളാണിത്. അറിഞ്ഞൂടായിരുന്നോ നിനക്കാകെ? എങ്ങനെ അറിയാ? എങ്ങനെ അറിയാ? മെയില്. ഇതിന് കൊമ്പില്ലല്ലോ. സോറി. അതാണ് പാർവതി. അടുത്ത ആളെ കാണാം. ഇതാരാണ്? അഞ്ജന. 19 വയസ്സായി അഞ്ജനയ്ക്ക്. ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ പേരൊക്കെ എഴുതി. ഇതിൻ്റെയൊക്കെ തന്നെയാണെന്നാവോ? 19 വയസ്സായ അഞ്ജന. ഇതാരാ? ആശ. ഇവിടെ വന്നപ്പോഴാണ് വെറൈറ്റി. ഇങ്ങനെ ഒന്നല്ലല്ലോ. ശരി, ഗജരാജ വീരൻ അങ്ങനെയൊക്കെയല്ലേ പേര്. ആശ 20 വയസ്സ്. ഫുഡിങ്ങിലാണ്. ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ഹയാസിനെ വിട്ടാലോ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട്. ഇതേ പ്ലാവിലേക്ക് ആനക്കാണ്. ആനയും തിന്നുണ്ട്. ഇക്കാക്കല്ലേ പറഞ്ഞത്? അല്ല, ഉമ്മയല്ലേ പറഞ്ഞത് മാനാണെന്ന്? കോമൺ ആയിട്ടുള്ള ഫുഡായിരിക്കുമല്ലോ ഇവരുടെ. ആശ. പക്ഷേലേ ആശയും അഞ്ജനയും ആദ്യം കണ്ടത് പാർവതി അല്ലേ? അവരെ വെച്ചേക്ക് അഞ്ജന ഉണ്ടോ മിടുക്കത്തി. വലിപ്പം അഞ്ജനക്കാണ്. ഇതുങ്ങളൊക്കെ ചോട്ട. ഹായ് ഹായ്. അഭിമന്യു 50 വയസ്സായ ആളാണ് ഈ നിൽക്കുന്നത്. അഭിമന്യു. സുനിത. സുനിക്കുന്നുമ 52 വയസ്സായി. കൊച്ചു കള്ളി ഇവിടെ നിൽക്കുന്നു. അബുവിന്റെ ഉമ്മയൊക്കെ. ഉമ്മച്ചിയുടെ അനിയത്തിയുടെ പേരാണ് സുനിത കേട്ടോ. അതാണ് ഞങ്ങൾ ഇത്രയും കളിയാക്കി ചിരിക്കുന്നത്. സുനിത 52 വയസ്സ്. കൊമ്പ് കണ്ട അഭിമന്യുവിന്റെ. ഹയാസമാൻ. നൂർജഹാൻ. നല്ല രസമായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് സെൽഫി മറ്റേ ട്വിന്നിങ് ഒക്കെ എടുക്കാം. കറുത്ത ഡ്രസ് ഇട്ട് വരാം. ഇതൊക്കെ ഇവർക്ക് വേണ്ടി ഇങ്ങനെ കെട്ടിയേക്കണ സംഭവമായിരിക്കുമല്ലേ പെർമനന്റ് ആയിട്ട്. ഇനിയില്ല. ഇപ്പൊ ഇത്ര എണ്ണം കണ്ടപ്പോ നമ്മൾ 1 2 3 4 5 6 എണ്ണം കണ്ടുള്ളല്ലോ. 7 എണ്ണം ഉണ്ടെന്നാ പറഞ്ഞ ചേച്ചി എൻ്റെ അടുത്ത്. ഞാൻ ചോദിച്ചാ ചേച്ചിയുടെ അടുത്ത്. ആണോ? എവിടെ? ദേവന് വേറെ. അതും കൊമ്പനാനുള്ള. അതല്ലേ നേരത്തെ കണ്ടതല്ലേ? ആന ജനിക്കുമ്പോഴേ എത്ര വെയിറ്റ് ഉണ്ടാവും, എത്ര വർഷം മദേഴ്സ് മിൽക്ക് കുടിക്കും, അതിനൊക്കെ പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്തേക്കണേ ആ ബോർഡിനെ. കൊള്ളാലേ സംഭവം. പീലാണ്ടി ചന്ദ്രു
ചന്തു അല്ല ചന്ദ്രു, പീലാണ്ടി ചന്ദ്രു. ഞങ്ങള് വന്നപ്പോ ഹംന ഉമ്മച്ചിനെ അവരവിടെ ഇരുന്ന് ഹംനാനും ഉമ്മച്ചിയുടെ കൈ കൊടുത്തിട്ട് ഞങ്ങള് പീലാണ്ടി ചന്ദ്രുവിനെ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ്. പോണ വഴി കാണുമെന്നുള്ളത് അറിയാം. ഓരോരോ നിർദ്ദേശങ്ങളുണ്ടെല്ലാം ചന്ദ്രുവിനെ മാത്രം എന്താ അപ്പുറത്ത് നിർത്തിയേക്കണേ? ആള് ചിലപ്പോ വീരനായിരിക്കും. ചന്ദ്രനെ ഉണ്ടോ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. ഉണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് പോയാൽ പോരെ, ഇല്ലെങ്കിൽ കുറെ നടക്കണ്ടേ. ഞാൻ ചോദിക്കാം. അവിടെ ആനുണ്ട് ഇനി ഓർമ്മയുണ്ട്. അപ്പൊ അവിടെ ഉണ്ട് പീലാണ്ടി ചന്ദ്രു. അതവിടെ ഉണ്ട് പീലാണ്ടി ചന്ദ്രു ഉണ്ട്. അത് പുള്ളീനെ മാത്രം ഇത്ര ലോങ്ങിൽ നിർത്തിയതപ്പോ നമ്മൾ നടന്ന് പീലാണ്ടി ചന്ദ്രുവിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി പേരല്ലേ പീലാണ്ടി ചന്ദ്രു. ഹയാസ് പറഞ്ഞേ പീലാണ്ടി ചന്ദ്രു. ഇവിടെയാണ് ആനക്കൂടൊക്കെ ഉള്ളത് കേട്ടാ. ആനക്കൂടാണ്, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടോ ഇവിടെ? ഷെൽട്ടർ ഇതിന് മാത്രം അതാണ് ആനക്കൂട്, മെരിക്കാനിടണ കൂട്. മെരിക്കാനിടണ കൂടാണത്. കണ്ട ചിലപ്പോ ഇതിനെ മെരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചേക്കും. ഇതിന്റെ പീലാണ്ടി ചന്ദ്രനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ബാഗില് കയറാം. ഉമ്മിച്ചിനെ ഹംനാനെ കൊണ്ടുവരാൻ നന്നായി എടുത്ത് നമ്മളൊരു പരിപാടി. കൊമ്പൂക്ക് അതിന്റെ തുമ്പിക്കേക്ക് എന്താ ഷേപ്പ് വ്യത്യാസം പോലെ അല്ലാതെ ഇതിന്റെ ഉള്ളിൽ ഇടണം. എന്തിനാ ഷേപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണോ ഈ ആനക്കൂട്ടിന്റെ ഉള്ളിൽ ഇടുന്നത്? ആനനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി. മെരിക്കാന് എങ്ങനെ മനുഷ്യന്മാരോട് ഇണക്കാൻ വേണ്ടിട്ടാ ഇതിങ്ങനെ. അതിന്റെ കൊമ്പൂക്ക് സ്റ്റൈലാണല്ലേ ലോറിയിൽ. മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തി വന്നിരുന്ന എന്നെ 30/5/2017 വനം വകുപ്പ് പിടികൂടി താൽക്കാലിക കൂട്ടിലടക്കുകയായിരുന്നു. ചന്ദ്രു എന്ന വിളിപ്പേര് എനിക്കിഷ്ടമാണ്. കൊച്ചയില് കടന്നത്. കരിമ്പ്, പുല്ല്, പ്ലാവില, അവല്, ഈന്തപ്പഴം, തണ്ണിമത്തങ്ങ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പുള്ളിക്കിട്ട. സ്വൈര്യവിഹാരം എന്ന് പറയണത് വളരെ മാന്യമായി ജീവിക്കണം, അങ്ങനെയല്ലേ? മറ്റു പ്രശ്നക്കാരൻ എന്നല്ലല്ലോ അർത്ഥം. മലയാളത്തെ അർത്ഥമൊക്കെ അറിയാൻ പാടില്ല. എന്തായാലും ഇപ്പൊ പുള്ളി ഇവിടെ സേഫായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ആരെയും കാണുന്നില്ല ഫ്രണ്ട്സിന്. ഡേഞ്ചറാണ് ഈ പുള്ളിയാ. അതാണ് അടിയിലെ എഴുതിയേക്കണില്ലേ, ഞാനും ക്യാമ്പിലെ കൂട്ടുകാരെ പോലെ ആകാൻ ശ്രമിക്കുന്നു. ക്യാമ്പിലെ ഇത് ക്യാമ്പാണല്ലോ, ഇവരുടെ ക്യാമ്പാണല്ലോ. ശരിയാ. ഈ ആനയുടെ പാപ്പാന്റെ ഡ്രസ്സ് അവിടെ അഴയിൽ അലക്കിയിട്ടുണ്ട്. പുള്ളിയാണ് ഇതിന്റെ കൂടെ ഫ്രണ്ടായിട്ടുള്ളത്. പറഞ്ഞുള്ളപ്പോഴേക്കും വന്ന് പുള്ളിയുടെ വീടായിരിക്കും ഇത്. പുള്ളി താമസിക്കണ വീട്. ഇത് പക്ഷെ യൂസ് ചെയ്യാണ്ടിട്ടേക്കണ പോലെ ഈ ആനക്കൂട് എന്നാണ് പറയണത്. അത് യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ ആയിരിക്കുമല്ലോ ശരിക്കും ഇവിടെ മെരുക്കി സെറ്റ് ചെയ്ത് ഇങ്ങനെ. ഇനി ഇതിനെ സെറ്റായി കഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റിയിരിക്കും. അപ്പോഴേക്കും അടുത്ത ആൾ കൊണ്ടുപോയി. കണ്ണൊക്കെ ഉണ്ട്, നീ കാണാനായിട്ടാണ്. അതെ, ഞാൻ ഒരു കാര്യം തെറ്റാ പറഞ്ഞത്. ഈ സ്വൈര്യവിഹാരം എന്ന് പറയുന്നത് പ്രശ്നക്കാരനെ ഉണ്ടാ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പ്രശ്നക്കാരനായതുകൊണ്ടാണ് ആ ആനകളുടെ അടുത്തുനിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇവനിട്ട് ഈ ആനക്കൂട്ടിലേക്ക് ഇട്ട് നെരുക്കി നല്ല സെറ്റ് ചെയ്ത് ഇനി ഇവിടെ നിന്ന് സെറ്റ് ആയി ഇനി ഇവൻ ഇവിടെ നിന്ന് സെറ്റായി കഴിയുമ്പോൾ നേരെ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോഴേക്കും അടുത്ത പ്രശ്നക്കാരനെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരെ വീണ്ടും മരിക്കും. അതാണ് എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള പേര് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവരൊക്കെ കണ്ട് നമുക്ക് ഉമ്മച്ചിയുടെ ഹംനാൻ്റെ അടുത്തേക്ക് പോവാം. ഹേസ് ടാറ്റ കൊടുക്കും.
ബൈ ബൈ. ബൈ ബൈ. പോകണ പോലെ അങ്ങനെ ഇറങ്ങി ചാടണം. എന്തായാലും വന്നതല്ലേ. ഇറങ്ങി ചാടി ഇതൊക്കെ മേടിച്ച് കളിച്ചിരുന്നോളെ. സ്പീഡില്ലാണ്ട് ഇരിക്കാൻ നോക്കണൊക്കെ ഇരുന്നിട്ട് എഴയാൻ വേണ്ടിട്ട് അവള്. അതിന് നീ വലുതായില്ലേ, അവളല്ലേ ചെറുത്. അതല്ലേ അബ്ബ അവളെടുത്ത് ഉമ്മിയുടെ തലയില വേറെ ആരെങ്കിലും വേണോ? കുട്ടികളുടെ പാർക്ക്, ഊഞ്ഞാലുകൾ, പുഴയോരപ്പാത, കഫറ്റേരിയ, വിശ്രമ സ്ഥലങ്ങൾ ഈ വഴി. ആനകളുടെ കടവ്, എലിഫൻസ് ബാത്തിങ് ഘാട്ട്, അത് ഈ വഴി പോകുമ്പോഴാണ്. എടാ വാടാ, ആന കുളിക്കണാണ്. ആ ആന അതുപോലെ കുളിക്കണത്, ആ ഫോട്ടോയിലെ പോലെ. ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ, അവിടെ കുറച്ച് നിറച്ച ആൾക്കാരാ. ഹയാസ് വലിയ ചെറുക്കനായിട്ട് എടുത്തേക്കണമെങ്കിൽ ഹംനാനെ ഇരുത്തിയ പോലെ ഇരുത്തണമെന്നാണ് ഹയാസ് പറയണത്. ഹയാസിന്റെ പുന്നാരം, അബ്ബനോടുള്ള പുന്നാരം. അയ്യേ പിണങ്ങിയ, അയ്യേ ഹയാസിന്റെ അബ്ബ അടുത്തല്ലേ ഇരിക്കണോന്ന് പറഞ്ഞത് അല്ലേടാ? അവിടെ ഇരിക്കാനാ പറഞ്ഞത് അബ്ബയുടെ അടുത്ത്. അബ്ബ ഇരുത്തുമെങ്കിൽ പുള്ളിരുന്നു. ഹയാസ് കൂട്ടിന് ഊനാലാടാൻ വിളിച്ചതിനാണ് ഉമ്മിച്ചിനെ. രണ്ടു ഊനാല, അവിടെ വേറെ പാർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് നടക്കുമ്പോ. ഇവിടെ ഫുൾ ഇല്ലികൾ, ഇല്ലികൾ. ഇവിടെ ഹട്ടൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ഹട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഹട്ട് ഉണ്ടല്ലോ ഇക്കാക്ക, കുഞ്ഞി ഹട്ട്, അടിപൊളി. ഇതല്ലേ ആനക്കുളം, ആന കുളിക്കണ കുളം. കുളമല്ല പുഴ സോറി മാറിപ്പോയി. മൊത്തം മണ്ടത്തരങ്ങളുള്ള വീഡിയോയിൽ പറയുന്നതല്ലേ. അയ്യാ ബുദ്ധിമാൻ, ഹേയ് ബുദ്ധിമാൻ. ഹയാസ് ഹാപ്പി, ഹയാസ് ഹാപ്പി. ഹംന ഹാപ്പി ആണോ? ഹാപ്പി ഹാപ്പി. വേണ്ട വാ, അവരവിടെ നിന്ന് ഓടിക്കാണ്, സമയം കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ. ഹയാസ് പേടിയാവുന്ന ആളാണ് കേറാൻ നടക്കുന്നത്. കേറിയാ ഹംനാൻ ഇരുത്തിയ കുശുമ്പിന് ഹയാസ് ഇരിക്കണണ്ട, സമ്മതിക്കണ്ടേ. ഇവിടെ ഫുൾ കളിക്കാനുള്ള സംഭവങ്ങളുണ്ട് പിള്ളേർക്ക്. അതേ ഹയാസ് ഊർന്നിറങ്ങി തുടങ്ങി. ഹംനാക്ക് പറ്റിയതുണ്ടോ? വാ ഹയാസ്, ഹംനാക്ക് പറ്റിയതുണ്ടോ നോക്കാം. ഹംനാൻ ഇരുത്താൻ പറ്റിയത്. വേഗം പോയി കളിച്ചിട്ട് ഞാൻ തന്നെ ഇവിടെ ഇതാണ് പുഷ്പയില. ഇത് പുഷ്പ സിനിമ കണ്ടിട്ടില്ലേ? രക്തചന്ദനത്തിലായിരിക്കും റെഡ് അടിച്ചു വെച്ചേക്കണം. എനിക്ക് എന്റെ ഉമ്മ ഉണ്ടാക്കി തരാന്. ഇങ്ങനെ ഇറങ്ങിങ്ങട്. അപ്പൊ നമ്മള് ക്രിസ്മസ് ആയിട്ട് ഭയങ്കര തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് എൻജോയ് ചെയ്തു മാക്സിമം. ശരിക്കും പറഞ്ഞാൽ ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ നേരം കാണാനുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. വളരെ റിലാക്സ് ചെയ്ത് ഇരുന്നും കളിച്ചും ഒക്കെ പോകാൻ പറ്റും പിള്ളേരൊക്കെ ആയിട്ട്.
അപ്പൊ ഇത് ഉമ്മിച്ചി ഫ്രണ്ടിൽ കിടക്കണേ. നമ്മളിപ്പോ എക്സിറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, മറ്റേ വന വിഭവ വിൽപ്പനശാല അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം അങ്ങോട്ട് ചെല്ലുമ്പോ എന്തൊക്കെയാണെന്നുള്ളത്. ബാ, നമ്മളപ്പോ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മിച്ച് ചായയും സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കാറിൽ ഇരുന്ന് കുടിക്കാന്നുള്ള സെറ്റപ്പാണ്. അപ്പൊ 6:30 ആയിട്ടുണ്ട്, ഇരുട്ടായി തുടങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. നമുക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു. ടാറ്റ എടുത്തേ ഹംന. ടാറ്റാ ബൈ ബൈ, സീ